കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെയൊക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന ശങ്കറിനോട് ഗൗരി തുറന്നു പറയണം, ഞാൻ ധ്രുവനെ കണ്ടതാ, അതിനൊരു മാറ്റമാണെന്ന് പറയാം. അവസാനം ശങ്കർ പറഞ്ഞു, ഇനി ഇത് ഇവിടെ ധ്രുവന്റെ പേര് പോലും നീ പറഞ്ഞു പോരുത്, കുറെ സമയം ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. അവൻ ചത്തു മണ്ണടിച്ചു പോയതാ, ഇനി എന്തിനാ നീ അവനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു? ഓ, അവന്റെ മുഖം നിന്റെ മനസ്സിൽ നിന്ന് മായുന്നുണ്ടായിരിക്കില്ല അല്ലേ? അതുകൊണ്ടായിരിക്കും നീ എപ്പോഴും ധ്രുവൻ ധ്രുവൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്കിനി ആ നാമം കേൾക്കുക വേണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി ഇറങ്ങി പോവാണ്. ഒന്ന് ഉറങ്ങാന്നോർത്ത് വന്ന ഉറക്കവും കളഞ്ഞെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് മുറിയിലാണെങ്കിൽ ആദർശ് തന്റെ മനസ്സിലുള്ള രഹസ്യങ്ങളുടെ ആ നിലവറ തന്നെ തുറക്കുമായിരുന്നു വേണിയുടെ മുന്നില്. ആദർശ് പറഞ്ഞു, വേണി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാണ്ടെന്ന് പറയാം. കുറെ നാളെ മത്താപ്പ് പറയാൻ തുടങ്ങിയിട്ട് എന്ത് കാര്യമാ നിനക്ക് പറയാനുള്ള? എന്താണെങ്കിലും എന്നോട് തുറന്നു പറ. വേണി പറഞ്ഞു കഴിയുമ്പോൾ നീ എന്നാ ചീത്ത പറയാന്ന് ചോദിക്കും. എന്താണെന്നറിയാഞ്ഞെങ്കിലല്ലേ ചീത്ത പറയല്ലോ എന്ന് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ കാര്യം തുറന്നു പറ. അത് വേണി, അവളുണ്ടല്ലോ, അവൾ എന്റെ ജീവിതം നശിപ്പിച്ചെന്ന് പറയാം. ആര്? വേണി, വേണിക്കറിയാവോ ഞാൻ എത്രമാത്രം ടെൻഷനോടെ ഇപ്പൊ ഇവിടെ കഴിയുന്നെന്നുള്ള? എന്റെ മനസ്സിനാണ് ഒരു സമാധാനം ഇല്ല. ഓരോന്നൊക്കെ ഓർത്ത് കഴിയുമ്പോൾ എനിക്ക് ജീവിക്കണമെന്ന് പോലും തോന്നുന്നില്ല. ഇതിന് മാത്രം എന്ത് പ്രശ്നമാണ് മത്താപ്പിനുള്ളത്? അല്ല, ഇതിനു മുമ്പ് ഞാനിങ്ങനെ മദ്യപിച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, കണ്ടിട്ടില്ല. അതാ വേണി ഞാൻ പറഞ്ഞത്, എനിക്ക് മനസ്സിന് അത്ര സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കിത് ആരുടെയും തുറന്നു പറയണം. ഭാര്യയെ നിന്നോട് എനിക്ക് പറയണം. എത്രയോ ദിവസങ്ങളായി ഞാൻ ഇത് തന്നെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കണു. അതുകൊണ്ടാണ് ഞാൻ പറയാൻ തുടങ്ങണേന്ന് പറയാം. കാര്യം എന്താണെങ്കിലും പറയാം. അവളുണ്ടല്ലോ, കുറെ സമയം ഏതവളുടെ കാര്യം പറഞ്ഞത്? ആ രഞ്ജു, ശിവരഞ്ജിനി, അവളുടെ പേരതാ. ഇതാ മറ്റേ പെണ്ണാണല്ലോ. അവളല്ലേ നിങ്ങളുടെ ബാങ്കിൽ പുതിയതായിട്ട് വന്നെ? ശരി, അവള് തന്നെ. അല്ല, അവൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കണം. അവൾക്ക് എന്നോട് മുടിഞ്ഞ പ്രേമോന്ന്. പ്രേമോ? അവക്കോ? അതെ വേണി, അവൾ എൻ്റെ ജൂനിയർ ആയിട്ട് എൻ്റെ കോളേജിൽ പഠിച്ച ആ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ എനിക്ക് അവളോട് ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് അങ്ങനെയല്ല. അവൾക്ക് എന്നോട് ഭയങ്കര പ്രണയം. ഞാൻ അവളോട് പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാനെന്നൊക്കെ. പക്ഷെ അവൾക്ക് അതൊന്നും പറ്റില്ല. അവളെ ഞാൻ പ്രണയിക്കണം പോലും. എനിക്കറിയാ വേണി, അന്നൊരു ദിവസം ഞാൻ ആ ഷർട്ട് ഇട്ടുകൊണ്ട് വന്നതിന് ശേഷം പിന്നീട് പെട്ടെന്ന് തന്നെ ആ ഷർട്ട് വെള്ളത്തിൽ മുക്കി വെച്ച് നീ ഒരു സ്മെല്ലിന്റെ കാര്യമൊക്കെ ചോദിച്ചില്ലേ? അത് അവിടെ ചെന്നപ്പോൾ അവൾ എനിക്ക് സമ്മാനിച്ച സ്മെല്ലാന്ന് പറയണേ. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാ. അവിടെ കൊണ്ടേ വിടാൻ ചെന്നതും അവള് സ്പ്രേ അടിച്ചതൊക്കെ. ഓഹോ, അങ്ങനെ വരട്ടെ കാര്യങ്ങള്. അപ്പൊ അതാണ് കാര്യങ്ങള്. നിങ്ങൾ എന്തിട്ടാ മനുഷ്യൻ അങ്ങോട്ട് പോയേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അതെ, ഞാൻ പോണെന്നോർത്ത് പോയതല്ല. ആ ഒരു സാഹചര്യത്തില് എനിക്ക് അങ്ങോട്ട് പോകേണ്ടതായിട്ട് വന്നു പറയാണ്. സാഹചര്യം? എന്ത് സാഹചര്യം? നിനക്ക് പറയാൻ മേലായിരുന്നു അവളോട് നിനക്ക് ഇഷ്ടമില്ല എന്നുള്ള കാര്യം. ഞാൻ പറഞ്ഞു വേണി അവളോട് ഇഷ്ടമില്ലാന്ന്. പക്ഷെ അവള് പറയുന്നേ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണ്ട, പക്ഷെ എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ കുഴപ്പമൊന്നും ഇല്ലോന്ന്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഞാൻ എന്താ മറുപടി പറയേണ്ട വേണി? ഞാൻ ചതിക്കപ്പെട്ടു, ഈ ആദർശ് വഞ്ചിക്കപ്പെട്ടെന്ന് പറയണം. ഇതേ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയത്തില്ല. അത് നിനക്കറിയാവോ? രാത്രി ഫോണും കൂടി ഞാൻ ബാത്റൂമിലൊക്കെ പോകാൻ തുടങ്ങിയത് അവള് വിളിക്കുമെന്നുള്ള പേടി കാരണമാണ്. എനിക്ക് അവളെ പേടിയായിരുന്നു. അതോടൊപ്പം ഒരു ദിവസം വന്നിട്ട് ഞാൻ ചെടി നനച്ചോണ്ടെന്ന് ഓർക്കുന്നുണ്ടോ? അപ്പൊ അവൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് അത്രയ്ക്ക് മാത്രം മാനസികമായിട്ട് വിഷമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിന്നോടെല്ലാം തുറന്നു പറഞ്ഞാലോ എന്നോർത്ത് നിന്നോട് തുറന്നു പറയാൻ ഞാൻ വന്നായിരുന്നു. പക്ഷെ എന്തോ ഇനി തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഓർത്തോണ്ടാ ഞാൻ തുറന്നു പറയായിരുന്നു പറയാണ്. എന്നോട് അങ്ങോട്ട് ക്ഷമിക്ക് വേണ്ടുന്നില്ല. അല്ല, അവളല്ലേ കഴിഞ്ഞ ദിവസം? അവളാണോ ഇനിയിപ്പോൾ ആ കുന്നിന്റെ മോളിൽ കിടന്ന് ഐ ലവ് യു ആദർശേട്ടാന്ന് പറഞ്ഞ് അവളാണെന്ന് ചോദിക്കണം. അത് അവള് തന്നെയാ. അവൾ എന്നെ അന്വേഷിച്ച് തപ്പി കണ്ടുപിടിച്ച് വന്നാന്ന് പറയാ. നീ അറിയാതെ ഞാൻ അവളെ കാണാനും പോയെന്ന് പറയാ. കാണാൻ പോയിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു? കാണാൻ പോയിട്ട് സംഭവിച്ച അവളാണെങ്കിൽ എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ആത്മഹത്യ ചെയ്യാനും പറഞ്ഞ് ഇങ്ങ് ചാടാൻ തുടങ്ങി. ഞാൻ പിന്നെ അവളെ രക്ഷിച്ചു. ഒരു ജീവൻ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ടോ? എന്നിട്ടെന്താ അവൾ എനിക്കൊരു ഉമ്മയും തന്നിട്ട് പോയെന്ന് പറയണോ? വേണിക്ക് അടിമുടി അങ്ങോട്ട് വിറഞ്ഞു കയറി. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? ഇത്ര ദുഷ്ടനാണ് നിങ്ങളല്ലേന്ന് ചോദിക്കണം. വേണി, ഞാൻ സത്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. എല്ലാം അവളാ. അവളോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയിട്ട് അവൾക്ക് അതിന് പറ്റുന്നില്ല. അവൾക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? നീ പറയുന്ന പോലെ ഞാൻ അനുസരിക്കാന്ന് പറയാ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആദർശ് അവിടെ കിടന്നും കൂടെ ഉറങ്ങിപ്പോവാണ്. വേണിക്ക് തലയാകപ്പാടെ പെരുത്ത് കയറുന്ന പോലെ തോന്നി. എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ല. ഓർത്തിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. ഈ സമയത്ത് ശങ്കർ ഇങ്ങനെ പുറത്തിങ്ങനെ ബോട്ടെ വെറുതെ ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കണം. മുറിയിൽ പോയി കിടക്കാനും പറ്റുന്നില്ല. ഗൗരി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലുള്ളു നിറയെ. ആ സമയത്ത് ഫോട്ടോഗ്രാഫർ അങ്ങോട്ട് വരികയാണ്. അല്ല, ഉറക്കം വരുന്നില്ലല്ലേ? ഇത് നമുക്ക് നല്ല സുഖമല്ലേ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാനായിട്ട്? ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഏറ്റവും പ്രിയം നമുക്ക് നാടൻ പാട്ടുകളാ. നാടൻ പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കണം. അതെ, സാറിന് ഇഷ്ടമാണെങ്കിൽ ഞാനേ ഒരു നാടൻ പാട്ട് പാട്ടേന്ന് ചോദിക്കുകയാണ്. പിന്നീട് ഒരു കലാഭവൻ വേണ്ടി ഒരു നാടൻ പാട്ട് അങ്ങോട്ട് പാടുകയാണ്. ആ പാട്ട് കേട്ടതും
ശങ്കരനെ അങ്ങോട്ട് കൊണ്ടു. ശങ്കരോട് ഒന്ന് നിർത്തിയിട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കണം. ഒരു നാടൻ പാട്ടുമായിട്ട് വന്നു. ഓഹോ, അപ്പൊ ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കി വന്നിരിക്കുന്നതല്ലേ. ഇപ്പോഴെനിക്ക് കാര്യം പിടികിട്ടിയത്. പിന്നീട് ശങ്കർ ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരന്റെ മനസ്സിൽ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. ഇവിടെ ശങ്കർ പറഞ്ഞു, അവൻ മരിച്ചിട്ടില്ല, അവൻ മരിച്ചിട്ടില്ല 100 വട്ടം ഞാനോട് പറഞ്ഞു, അവൾക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറയാണ്. അല്ല സാർ, ആരുടെ കാര്യമാണ് പറയണേ? ആ ധ്രുവന്റെ കാര്യം. പക്ഷെ ഫോട്ടോഗ്രാഫർക്ക് ഒന്നും മനസ്സിലായില്ല. ഫോട്ടോഗ്രാഫർ പറഞ്ഞു, എനിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടോ എന്നൊരു സംശയം, ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോവാ. പതുക്കെ അവിടെ നിന്ന് എസ്കേപ്പ് പോവുകയാണ് ചെയ്തത്. ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തന്റെ തടി കേടാവുന്നുള്ള ഒരു ബോധ്യം അയാൾക്കുണ്ടായി. പിന്നീട് കാണിക്കുന്ന നേരം വെളുത്ത് കഴിഞ്ഞിട്ട് ഗൗരി മുറിയിലേക്ക് ശങ്കരൻ കയറി വരികയാണ്. അപ്പൊ ഗൗരി ഇങ്ങനെ വല്ലാത്ത ടെൻഷൻ അടിച്ചിരിക്കുക. ശങ്കർ വന്ന് ഗൗരി വെച്ചു, എന്ത് പരിപാടിയാണ് ശങ്കരെ കാണിച്ചേ? രാത്രി തനിച്ചാക്കിയത്, എന്നിട്ട് എന്തിനാ അവിടെയൊക്കെ പോയിരുന്നേ? ഞാനിവിടെ തനിച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പറഞ്ഞു, തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഹണിമൂൺ ആഘോഷിക്കാന്നോർത്ത് വന്നാ സെക്കൻഡ് ഹണിമൂണ്. എല്ലാം കുളമായില്ലേ. നീ ഒറ്റ എടുത്ത് എല്ലാത്തിനും കാണുമെന്ന് പറയും. ഞാൻ എന്ത് തെറ്റിയെന്നാ പറഞ്ഞേ? ധ്രുവനെ കണ്ടെന്ന് പറഞ്ഞാണോ? ഞാൻ കണ്ടത് ആദർശേട്ടാ, അതിനൊരു മാറ്റമില്ലെന്ന് പറയാം. രാവിലെ തുടങ്ങി അവള് ധ്രുവൻ പുരാണം. ഒന്ന് നിർത്തുന്നുണ്ടോ? ആദർശേട്ടാ, അല്ല ശങ്കർ, നമുക്കൊന്ന് ഒരു ദിവസം അവിടെ നിന്നിട്ട് പോയാൽ മതി. നാളെ പോകാന്ന് പറയാം. എന്തിന്? ഉള്ള നേരത്തെ പായ്ക്ക് ചെയ്ത് പോകണമെന്ന് പറയാം. ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ലെന്ന് പറയാം. അതല്ല ശങ്കർ, ഇവിടെ ധ്രുവൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൻ വരാതിരിക്കില്ല ഇങ്ങോട്ട്. ഓഹോ, അപ്പൊ അതാണ് കാര്യം. നിനക്ക് ധ്രുവനെ കാണുമല്ലേ? അവൻ ചത്ത് മണ്ണോടടിഞ്ഞെന്ന് പറഞ്ഞിട്ട് നിനക്കത് വിശ്വാസം വരുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ നിന്നോ, ഞാൻ അങ്ങോട്ട് പോകുമെന്ന് പറയണേ. എന്താ ശങ്കർ, എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഇനി മേലാല് ധ്രുവന്റെ പേര് നീ പറഞ്ഞു പോയേക്കില്ല. പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നീ എൻ്റെ കൂടെ ഉണ്ടാവില്ല. സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അവളും അവളുടെ ഒരു ധ്രുവനും പറഞ്ഞാൽ മനസ്സിലാകണ്ടേ? ഇപ്പൊ നിന്റെ മനസ്സിൽ ഞാനാണോ അതോ ധ്രുവനാണോ എന്ന് ചോദിക്കണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ സങ്കടമായിപ്പോയി ഗൗരിക്ക്. ഗൗരി പിന്നെ ഒന്നും മിണ്ടിയില്ല. പിന്നീട് കാണിക്കുന്ന ആദർശ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ കണ്ണ് തുറന്ന് വരുവാണ്. ആദർശിന് പെട്ടെന്ന് സ്ഥലകാലബോധം ഉണ്ടായില്ല. അങ്ങനെ നോക്കുമ്പോൾ വേണി ഇരിക്കുന്നുണ്ട്. വേണി പെട്ടെന്ന് ആദർശ് നോക്കുന്നുണ്ടപ്പോൾ നോട്ടം അങ്ങോട്ട് മാറ്റുവാണ്. ഫോണിലൊക്കെ പതുക്കെ ഇങ്ങനെ കിള്ളിയൊക്കെ ഇരിക്കുവാണ്. പിന്നെ ആദർശ് ഇങ്ങനെ എഴുന്നേറ്റ്, ഭയങ്കര ക്ഷീണം, ദേഹത്ത് മൊത്തം വേദന. പതുക്കെ എഴുന്നേറ്റ് നന്നായിട്ട് ദാഹിക്കുന്നുണ്ടെന്ന് പറയാം. വേണി അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുവാണ്. അവിടെ നിന്ന് ജയിക്കിനകത്തുനിന്ന് കുറച്ച് വെള്ളം എടുത്ത് അങ്ങോട്ട് കുടിക്കുക. എന്നിട്ട് വേണിച്ചു, എന്താ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്? കടന്നൽ കുത്തിയ പോലെ ഇരിക്കുന്നതെന്ന്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആദർശ് ഇന്നലെ രാത്രി താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൊത്തത്തോടെ തന്നെ മറന്നുപോയായിരുന്നു. അതിന് വേണി മറുപടി ഒന്നും പറഞ്ഞില്ല. എന്തുണ്ടെങ്കിലും നീ കാര്യം പറ, എന്ത് പറ്റി നിനക്ക് മുഖത്ത് ഇങ്ങനെ വല്ലാതിരിക്കണമെന്ന് ചോദിക്കണം. ഇത് കേട്ട വേണിയും കൂടി ചാടി എഴുന്നേറ്റു. അത്രയും സമയം ഉള്ളിൽ ഒതുക്കി വെച്ചേക്കാണ് ദേഷ്യവും സങ്കടം എല്ലാം. രാത്രി ഒരുപോലെ കണ്ണുറങ്ങാൻ പറ്റിയില്ല ആദർശിന്റെ ഈ കുമ്പസാരം കാരണം. വന്നിട്ട് പറഞ്ഞു, ഇതിനുള്ള മറുപടിയെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് തന്നോളാം. അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടല്ലോ, അവരുടെ മുന്നിൽ വെച്ച് പറയാം. അല്ലാതെ ഇവിടെ വെച്ച് ഞാനൊന്നും പറയാൻ പോകുന്നില്ല. നാട്ടുകാരെ കൂടെ എന്തിനാ അറിയിക്കണേ? അതിനുശേഷം ഞാനൊരു തീരുമാനം എടുത്തോളാന്ന് പറയാം. നീ എന്താ വേണി പറയണേ? എനിക്കിത് മനസ്സിലാകുന്നില്ല എന്ന് പറയണ. അതൊക്കെ മനസ്സിലായിക്കോളും വഴിയെ, ഞാൻ കാണിച്ചു തരാന്ന് പറയുകയാണ്. അപ്പൊ ഇത് കേട്ട് ആദർശ് ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.